നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തു പോകുമ്പോൾ അമ്മമാരുടെ ബാഗ് ഒരു ക്രാഷ് കാർട്ടാണ് പലപ്പോഴും. അവർക്ക് കൊടുക്കേണ്ട ആ, കുപ്പിപ്പാല് തുടങ്ങി ടവല്, കുഞ്ഞു മുള്ളിയാൽ മാറ്റാനുള്ള വസ്ത്രങ്ങൾ എല്ലാം അതിൽ കാണും. കംപ്ലീറ്റ് എമർജൻസി ഐറ്റംസും കുഞ്ഞൊന്ന് കരഞ്ഞാലോ പ്രശ്നം ഉണ്ടാക്കിയാലോ ആ കുഞ്ഞിനെ മാനേജ് ചെയ്യാനുള്ള എല്ലാ അമ്മയുടെ കൊച്ചു ബാഗിൽ കാണുമെന്നേ. വളരെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ ഞാനിത് വീട്ടിൽ സ്ഥിരം കാണുന്നത് കൊണ്ടാണ് ഇത്ര വ്യക്തമായി പറയാൻ പറ്റുന്നത്. നിങ്ങളും കാണുന്നവരാണ്, ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറി ഒബ്ജക്റ്റീവ് എലമെൻ്റായ MOM3F അത് പറയുന്നത് നമ്മുടെ എമർജൻസി മരുന്നുകളുടെ ഒരു ലിസ്റ്റ് എൻ്റയർ ഹോസ്പിറ്റലിൽ യൂണിഫോമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിപ്പോൾ ICUയിലാണെങ്കിലും ഫിസിയോതെറാപ്പിയിലാണെങ്കിലും എമർജൻസി വാർഡിലാണെങ്കിലും കാത്ത് ലാബിലാണെങ്കിലും ഒരു ക്രാഷ് കാർട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് റോസും ഡ്രോയേഴ്സും ഒക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് എമർജൻസി മെഡിസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കണ്ട മരുന്നുകളും സാധനങ്ങളും എല്ലാം വലിച്ചു വാരി അതിനകത്ത് കയറ്റരുത്. ഒരു എമർജൻസി മെഡിസിന് കൃത്യമായി ഒരു ഏരിയ ഉണ്ടാവണം, അതിന് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. ആ ഡോക്യുമെൻ്റ് നമ്മുടെ ഓരോ ഏരിയയിലെയും ക്ലിനിക്കൽ പ്രാക്ടീസസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, അതിന് ആനുപാതികമായിരിക്കണം. അങ്ങനെ കൃത്യമായ ഓരോ ഏരിയയിലെയും ക്ലിനിക്കൽ പ്രാക്ടീസസിന് ആനുപാതികമായ രീതിയിൽ എമർജൻസി മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് നമുക്കൊരു സ്ഥിരമായ ശൈലി ഉണ്ടാവണം. തോന്നുമ്പം തോന്നിയ കണക്ക് ചെയ്യരുത്. MOM3F ദ ലിസ്റ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് ഈസ് ഡിഫൈൻഡ് ആൻഡ് is stored യൂണിഫോംലി. അതിനൊരു ഡോക്യുമെൻറ്റും ഉണ്ടാവണം. ശ്രദ്ധയോടെ ആയിരിക്കണേ. ഈ അമ്മമാരുടെ ബാഗ് അവർ വളരെ ശ്രദ്ധയോടെയാണ് കീപ്പ് ചെയ്യുന്നത്. അത് കുഞ്ഞ് വളരുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നീഡ് അനുസരിച്ച് അവരുടെ പ്രാക്ടീസസ് മാറിയിട്ടിരിക്കും, അവരുടെ ലിസ്റ്റുകൾ മാറിയിട്ടിരിക്കും. അതുപോലെ ഓരോ ഏരിയയിലും ഫിസിയോതെറാപ്പിയിൽ വേണ്ടുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ ICUയിലെ ഒരു എമർജൻസി മെഡിസിൻ കാർട്ടിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തെയും ക്രാഷ് കാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൃത്യമായ ഒരു യൂണിഫോം സ്റ്റൈല് കീപ്പ് ചെയ്യണം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണെന്നേ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. നമുക്കൊന്ന് അത് കൃത്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യാം. ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് യൂണിഫോമായിട്ട് എമർജൻസി മെഡിസിൻസിനെ ഡിഫൈൻ ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് MOM3F നമ്മളെ അഡ്വൈസ് ചെയ്യുന്നു.